മലപ്പുറം താഴേക്കാട് സ്കൂളിലെ കത്തിക്കുത്തിന് പിന്നാലെ വീണ്ടും പ്രകോപനപരമായ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ. പൊട്ടിത്തെറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണ് പോസ്റ്റ്. ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റിട്ട 3 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടിയെടുത്തു. വിദ്യാർത്ഥികളുടെ ഫോണുകളും പിടിച്ചെടുത്തു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, എന്താണ് സംഭവിക്കുന്നത്? പോലീസ് കൃത്യമായി തന്നെ നടപടിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ആഴ്ചയാണ് ഈ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. അതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന 3 കുട്ടികൾക്ക് കുത്തേൽക്കുകയും ചെയ്തു. അതിൽ 3 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ പോലീസിന്റെ ശിക്ഷണ നടപടി എന്നോണം വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ സെന്ററിലാണ് ഉള്ളത്. 13 ദിവസത്തേക്കാണ് ഇവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയുടെ തലേ ദിവസം ഒത്തുചേരുകയും അവർ ഈ ഇൻസ്റ്റാഗ്രാമിലെ കോച്ചേരി എന്നുള്ള ഒരു ഗ്രൂപ്പിൽ വി ആർ നോട്ട് ഡെഡ് എന്നുള്ള ഒരു ഗ്യാങ് എന്നുള്ള നിലയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വെയിറ്റിംഗ് ഫോർ എ ബ്ലാസ്റ്റ് എന്നുമാണ് ഈ ഗ്രൂപ്പിൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇട്ടിരിക്കുന്നത്. അതായത് ഒരു പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ SSLC പരീക്ഷയുടെ പിറ്റേ ദിവസം തന്നെ ഒത്തുചേരാനും അതുപോലെ തന്നെ അതിൻ്റെ അവസാന ദിവസം വലിയൊരു രീതിയിലുള്ളൊരു സംഘർഷത്തിനും കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് പോലീസിന് ഇത് മനസ്സിലായത്. അങ്ങനെ സൈബർ സെല്ലിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പേജ് കണ്ടെത്തുകയും ഈ വിദ്യാർത്ഥികൾക്കെതിരെ ശിക്ഷണ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഈ ഒബ്സർവേഷൻ ആക്ട് പ്രകാരം തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. ഇനി അവരെ ഈ ജുവനൈൽ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ആ ബോർഡിന് മുൻപാകെ ഇവർക്കെതിരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രക്ഷിതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കത്തിക്കുത്തിലൊക്കെ കലാശിച്ചിട്ട് പോലും ഈ ഒരു വൈരാഗ്യം ഇവർക്കെതിരെ തീരുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അനുജ. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ഒത്തുചേരുന്നതിനുള്ള ഓരോ പ്ലാറ്റ്ഫോമുകൾ, അത് സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തുകയും അവസാന ദിവസത്തേക്ക്, അതായത് SSLC പരീക്ഷയുടെ അവസാന ദിവസം ഒത്തുചേരാനുള്ള ഒരു മാർഗം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ ഇടപെടലിലൂടെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വലിയൊരു സംഘർഷം ഇന്നലെ ഒഴിവായത് എന്നുള്ളത് നിസ്സംശയം പറയാം. അനുജ, മലപ്പുറം താഴേക്കാട് സ്കൂളിലെ കത്തിക്കുത്തിന് പിന്നാലെയാണ് പ്രകോപനപരമായ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പൊട്ടിത്തെറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് പോസ്റ്റ്. പോലീസ് കൃത്യമായ നടപടിയിലേക്ക് പോയിരിക്കുന്നു. 3 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി എടുത്തിരിക്കുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകും. വിപിൻ സി വിജയനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.